തന്നിട്ടുണ്ടോ കേന്ദ്രം? ഒരണാ പൈസ തരാതെയാണ് ആ വിഴിഞ്ഞം എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും വലിയ 10 തുറമുഖങ്ങളുള്ളതായ വിഴിഞ്ഞം കേരളത്തിലെ ഗവൺമെന്റ് പൂർത്തീകരിച്ചത്. പക്ഷേ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരെ നമ്മൾ വിളിക്കുന്നുണ്ടാ ഇന്ത്യ രാജ്യത്തിന്റെയാണ്. കാരണം കസ്റ്റംസ്, ലോകവ്യാപാരം എല്ലാം നമുക്ക് അതിനൊന്നും ആ വ്യത്യാസമില്ല. പക്ഷെ അവിടെയും 800 കോടിയിലധികം രൂപയാണ് ഒരു ആകെ 8000 കോടി രൂപ ചെലവ്. 2500 കോടി കമ്പനി, ഈ പണിയുന്ന കമ്പനി തരും, ചെലവാക്കും. ബാക്കി മുഴുവൻ നമ്മൾ ചെലവാക്കണം. കേന്ദ്രവും സംസ്ഥാനം കൂടെ ചെലവാക്കണം എന്നർത്ഥം വരാറ്. 800 കോടിയാണ് വയബിലിറ്റി ഗ്യാപ്പ്. എനിക്കൊന്ന് എം പിമാർ ഈ പ്രശ്നമൊക്കെ ഉന്നയിച്ചവിടെ, വയബിലിറ്റി ഗ്യാപ്പ് തരാത്ത പ്രശ്നമൊക്കെ. വയബിലിറ്റി ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ വയബിളല്ല, ശരിക്കും നടത്താൻ പറ്റില്ല, ഒട്ടും ലാഭം കിട്ടില്ല, അങ്ങനെ ഒരു ഭാഗത്തൊരു ഗ്യാപ്പുണ്ട്. അതിനൊരു ഫണ്ട് തരും ഗ്രാൻഡായിട്ട്. അതാണ് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട്. കേന്ദ്രം ഇതാദ്യമായിട്ടാണ് തരാത്തത്. അവസാനം 800 ചില്ലാനും കോടി തരാമെന്ന് പറഞ്ഞു. പക്ഷേ 10-20 വർഷം കൊണ്ട് 10,000 കോടി തിരിച്ചു കൊടുക്കണം. നമ്മളത് അവരുമായിട്ട് പിണങ്ങാനൊന്നും തീരുമാനിച്ചിട്ടില്ല, സഹകരിച്ച് തന്നെ പോകാന്നുള്ളതാണ്. പക്ഷെ നമ്മൾ ആ തുറമുഖത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ക്ഷണിച്ചത് അത് വെച്ചാൽ രാജ്യത്തിന്റെയും കൂടിയാണല്ലോ. രാജ്യം, കാരണം ലോകത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖം ഇത്. ഇന്ത്യയിലെ മാത്രമല്ല, ലോകത്തെ 10ാമത്തെ വലിയ തുറമുഖമായിട്ട് വരുമെന്നാണ് ഇപ്പോഴത്തെ കണക്ക്. അത്രയും വലിയ തുറമുഖം തുടങ്ങി. തുറമുഖം പ്രവർത്തനം ആരംഭിച്ചു നേരത്തെ. 280 കപ്പൽ ഇതിനകം വന്നു കഴിഞ്ഞ് ലോകത്തെ ഏറ്റവും വലിയ കപ്പൽ തുർക്കി, INS തുർക്കി എന്ന് പറയുന്ന കപ്പൽ. അത് 3 ലക്ഷം ടണ്ണാണ്. 3 ലക്ഷം ടണ്ണെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കിക്കോണം, 25,000 കണ്ടെയ്നർ അതിൽ കയറും. 25,000 ലോറി സാധനം കയറുന്ന ഒരു കപ്പൽ വേണ്ട ഇവിടെ നിന്ന് തൊടാവുന്ന പോലെ, ഓട്ടോറിക്ഷ വന്ന് നിൽക്കുന്ന പോലെ ഇവിടെ നിൽക്കും. അത്ര അടുത്ത ഈ വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രത്യേകത. ആ തുറമുഖം നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇനി ഉണ്ടാകുന്ന നേട്ടങ്ങൾ കണ്ടുകൊണ്ടാണ് ഗവൺമെന്റ് അതിനകത്ത് ഈ ശ്വാസം മുട്ടിക്കുന്ന സമീപനത്തിനിടയിലും ചെയ്തത്. വികസനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇരിക്കുന്ന ഒരു ഗവൺമെന്റിന്റെ കുറച്ച് ഉദ്യോഗസ്ഥന്മാർക്കും മന്ത്രിമാർക്കും ഗവൺമെന്റിന് വേണ്ടി മാത്രമാണോ? പണ്ട് ഈ എന്തിന്റെ അടിസ്ഥാനത്തിലായാലും ഇവിടെ നിലമ്പൂരിലേക്ക് റെയിൽവേ വന്നതിന് അന്ന് അത് വലിയ നഷ്ടമായിരിക്കും. അത് വന്നതിന്റെ ഗുണം ഈ നാട്ടിലുണ്ടാവും. ഇതൊക്കെ നൂറ്റാണ്ടുകൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന പദ്ധതികളാണ്. നൂറ്റാണ്ടുകൾക്ക് വേണ്ടി പദ്ധതി ഉണ്ടാക്കണമെങ്കിൽ മുന്നിൽ നിൽക്കുന്ന ആളുകളുടെ രാഷ്ട്രീയവും അവരുടെ നിറവും നോക്കാതെ രാജ്യത്തിന് വേണ്ടി നിൽക്കാൻ പറ്റണം. അതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് കൊണ്ടുപോകുന്ന രാഷ്ട്രീയം. അതേ ഉള്ളൂ, വേറെ രാഷ്ട്രീയം ഞെട്ടില്ല. അതെല്ലാം ചെയ്യുന്നത് ഈ കേരളത്തിന് പരിമിതിക്കാത്തതുകൊണ്ട്. അത് എല്ലാം ചെയ്യുമ്പോൾ ഈ സ്ഥിതിയിൽ, ഈ സാമ്പത്തിക ബുദ്ധിമുട്ട് വരുന്ന സാഹചര്യത്തിലും ഇതെല്ലാം ചെയ്യുന്നു. എന്തുകൊണ്ടാണ് നിലമ്പൂർ ചെയ്തത്? അല്ല, നിലമ്പൂർ പണ്ട് റെയിൽവേ ചെയ്തത് അവർക്ക് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടായിരിക്കും, തേക്ക് കൊണ്ടുപോകാനായിരിക്കും. ഇന്ന് അവിടെ ഒരു തുറമുഖം വന്നു കഴിഞ്ഞാൽ കേരളത്തിലുണ്ടാവുന്ന വ്യവസായത്തിന്റെ എത്ര വലിയ സാധ്യതയാണ്. കാരണം ഇപ്പൊ നിലമ്പൂരിൽ നിന്ന് തേക്ക് കയറ്റി അല്ലെങ്കിൽ ഫർണിച്ചർ കയറ്റി ഒരു കണ്ടെയ്നറിൽ കയറ്റിയാൽ എങ്ങനെയാ കൊണ്ടുപോകുന്നത്, അയക്കുന്നത് എങ്ങനെയാണ്? നിങ്ങൾക്ക് അതേപ്പറ്റി അന്വേഷിച്ചാൽ അറിയാം. ഇത് ഇവിടുന്ന് സിംഗപ്പൂരിലേക്ക് ഒരു കമ്പനി കൊച്ചി കൊണ്ടുപോകും. അവിടുന്ന് കപ്പലെ കയറ്റി സിംഗപ്പൂരിന് അയക്കും, അല്ലെങ്കിൽ ശ്രീലങ്കയ്ക്ക് അയക്കും. അവിടുന്ന് വലിയ കപ്പൽ വരും. കൊച്ചിയിൽ അടുക്കുന്ന കപ്പൽ പരമാവധി 50,000 ടണ്ണൊക്കെ കയറ്റാൻ പറ്റൂ. വിഴിഞ്ഞത്തെടുക്കുന്നതിന് 3 ലക്ഷമാണ്. അപ്പൊ ഈ കപ്പലിൽ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയിട്ട് ഒരു മിനി ലോറിയെ കൊണ്ടുപോയി വലിയ ലോറിയെ കയറ്റുന്ന പോലെ സിംഗപ്പൂരിൽ നിന്ന് വലിയൊരു കപ്പലിൽ കയറ്റും. അവിടുന്ന് പിന്നെ അയക്കും. അങ്ങനെ പോകുമ്പോഴത്തേക്ക് എത്ര ഇറക്കുക അതിന്റെ ചെലവുണ്ട്. ഇപ്പോഴാണെങ്കിലോ ഇവിടുന്ന് നേരെ ഒരു കണ്ടെയ്നർ പോയാൽ വിഴിഞ്ഞത്തുനിന്ന് ആ കപ്പലെ കയറ്റിയാൽ പോകേണ്ട സ്ഥലത്തേക്ക് പോകും. അത്രയും ചെലവ് കുറയും. അപ്പൊ കേരളമാകെയും, കേരളം മാത്രമല്ല സൗത്ത് ഇന്ത്യ ആകെയും ഇത് വലിയൊരു വ്യവസായത്തിന് സഹായിക്കും. കേരളത്തിൽ വലിയ തോതിൽ വ്യവസായ പുരോഗതി ഉണ്ടാവും. ലോകത്തെ ഏറ്റവും വലിയ നഗരങ്ങൾ, വലിയ തോതിൽ ലോക ബിസിനസ്സൊക്കെ അറിയാവുന്നതാണ്. അദ്ദേഹത്തിന് ഉൾപ്പെടെയുള്ളവർക്ക് വ്യവസായ രംഗത്തെ അനുഭവങ്ങൾ അറിയുന്നുണ്ട്. ഏത് വലിയ നഗരവും വലിയ തുറമുഖങ്ങളും വലിയ റോഡുകളും സൗകര്യങ്ങളുള്ള സ്ഥലത്തേ വരും. അത്തരം കാര്യങ്ങൾ ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞത് ഒരു 100, 200, 300 വർഷത്തിനപ്പുറത്തേക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഏറ്റവും വലിയ കാര്യം എത്രയോ കാലമായിട്ടുള്ള ആഗ്രഹം നടത്തുകയാണ്. ഇത് അവിടെ മാത്രമല്ല, ചെറിയ കാര്യവും വലിയ കാര്യവും. ഇവിടെ ബൈപ്പാസിന്റെ കാര്യം പറഞ്ഞല്ലോ. തീർച്ചയായും ആ ബൈപ്പാസ് പൂർത്തീകരിക്കാനുള്ള നിലപാടെല്ലാം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാവും. ഇപ്പൊ 7 കോടി ഈ വർഷത്തിൽ ബഡ്ജറ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. തൊട്ടപ്പുറത്ത് നിലമ്പൂർ ബൈപ്പാസ് 227 കോടിയാണ് ഇപ്പോൾ അനുവാദം കൊടുത്തത്. 227 കോടി നിലമ്പൂർ ബൈപ്പാസിന് ഇപ്പൊ അനുവാദം കൊടുത്തു. അവിടുത്തെ, ഞാനിവിടെ വരുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് അവിടുത്തെ ഭൂമിയൊക്കെ പോകുന്നു. 30 വർഷമായിട്ട് ലാൻഡ് എടുക്കാൻ വേണ്ടിയിട്ട് പേപ്പറൊക്കെ ആയി. അവർക്ക് വിൽക്കാനും പറ്റില്ല, പുതുക്കി പണിയാനും പറ്റില്ല. അപ്പൊ ഇപ്പം ഇത് കിട്ടുമോ? ഞാൻ പറഞ്ഞു എന്തായാലും ധനകാര്യ വകുപ്പ് ഇത് അംഗീകരിച്ചു കഴിഞ്ഞാൽ കൊടുക്കാനാണല്ലോ. 70 കോടിയോളം രൂപ ഭൂമിക്ക് കൊടുക്കാനുണ്ടത്ര, കൊടുക്കണം. അപ്പം ഒരു സ്ഥലത്തും അങ്ങനെ ഒരു വ്യത്യാസമില്ല. അത്രയും വലിയൊരു റോഡ് വരേണ്ടത്, ബൈപ്പാസ് വരേണ്ടത്, പുതിയ കെട്ടിടങ്ങളും ആശുപത്രിയും വരേണ്ടത്, നാഷണൽ ഹൈവേ വരേണ്ടത് എല്ലാം നമ്മുടെ നാടിന്റെ വികസനത്തിന് ആവശ്യമാണ്. പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിലെ കുട്ടികളുടെ ജനസംഖ്യ കുറയുകയാണ്. നമ്മളെ നാട്ടിൽ മാത്രമല്ല, വികസനം വരുമ്പോൾ കുട്ടികൾ കുറയും. നമ്മളൊക്കെ SLCക്ക് പഠിക്കുന്ന സമയത്ത് 5-6 ലക്ഷം പേരാണ് എഴുതുന്നത്. നിങ്ങളിൽ പലരും 5-6 ലക്ഷം പേരാണ് 1ാം ക്ലാസ്സിൽ ചേരുന്നത്. ഈ വർഷം എത്ര ചേർന്നറിയോ?
നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി മറുപടി പറഞ്ഞപ്പോൾ 1ാം ക്ലാസ്സിൽ എത്ര പേരാ ചേർന്നെന്നുള്ള ചോദ്യത്തിന് മറുപടി പറഞ്ഞപ്പോൾ പറഞ്ഞു 2,98,000 പേര്. അപ്പം ഞാൻ തൊട്ട് ഫ്രണ്ടിലായിരിക്കുന്നത്. ഞാൻ തിരിച്ചു ചോദിച്ചു, ഇല്ല 2,90,000 അൺഎയ്ഡഡ് സ്കൂളോട് ചേർത്തോ? അൺഎയ്ഡഡ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അൺഎയ്ഡഡ് സ്കൂളോട് ചേർത്തിട്ട് കേരളത്തിൽ 3 ലക്ഷം കുട്ടികളെ ഉള്ളൂ. ഇപ്പോൾ അതോടെ ചേർത്തിട്ടാണ് 2,98,000. നേരത്തെ എത്ര? 30 വർഷം മുമ്പ് എത്ര? 6 ലക്ഷം. അതിൻ്റെ അർത്ഥം എന്താ? ഇപ്പൊ എല്ലാവരും പറയുന്നത് കുട്ടികളങ്ങ് ഗൾഫിൽ പോയി, കുട്ടികളങ്ങ് അമേരിക്കയിൽ പോയി, ആസ്ട്രേലിയയിൽ പോയി, അവിടെ പോയി, ഇവിടെ പോയി. അത് മാത്രമല്ല, ജനങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് ലോകത്ത് യൂറോപ്പിലായാലും അമേരിക്കയിലായാലും പുരോഗതി വരുമ്പോൾ ജനസംഖ്യ കുറയും, സാമ്പത്തിക മെച്ചം വരുമ്പോൾ ജനസംഖ്യ കുറയും. ഫലത്തിലെന്താ? അച്ഛനും അമ്മയും അപ്പനും അമ്മമ്മയും വീട്ടില് അധ്വാനിക്കുന്ന ആളുകളുടെ നമ്പർ കുറയുന്നു. കാരണം ആകെ 10 പേരുണ്ടെങ്കിൽ അതിനകത്ത് 4 പേരെ അധ്വാനിക്കുന്നുള്ളൂ.